കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് ഞാൻ സന്തോഷിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹിക്കട്ടെ. നല്ല നല്ല വേദ ചിന്തകളാൽ നിറയുവാൻ ദൈവം നമുക്ക് തരുന്ന സാവകാശങ്ങൾക്കായി നന്ദി പറയാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെടുവാൻ, നമ്മളോട് സംസാരിപ്പാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഇസ്രായേൽ ജാതിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ശത്രുവിനെ സംഹരിച്ച ശേഷം സർവ്വജാതികളുടെയും നാഥനായും ഇസ്രായേലിന്റെ രക്ഷാധികാരിയായും സിയോൻ പർവ്വതത്തിൽ ദൈവം വാണരുളുന്ന ഒരു സുവർണ യുഗത്തെക്കുറിച്ചുള്ള ദർശനമാണ് യെശയ്യാ പ്രവചനം 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോക്കാലിപ്സിസ് വെളിപാട് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ വേദശാസ്ത്രജ്ഞന്മാർ എണ്ണിവരുന്ന ദാനിയേലിന്റെ പുസ്തകവുമായി ഭാഷയിലും ആശയത്തിലും ഈ അധ്യായങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാം. ദൈവം തന്റെ ജനങ്ങളെ വിടുവിക്കുന്നതിനായി നിലച്ചിരിയാത്ത കാലത്തും രീതിയിലും പ്രത്യക്ഷനാകുമെന്നുള്ളതായിരുന്നു വെളിപ്പാട് ഗ്രന്ഥകർത്താക്കളുടെ പ്രത്യാശ. പ്രസ്തുത ആശയം ഇവിടെയും കാണാനുണ്ട്. ഈ പ്രത്യാശയാണ് ദാനിയേലിന്റെ ഗ്രന്ഥം പോലെയുള്ള വെളിപ്പാട് ഗ്രന്ഥങ്ങളിലേക്ക് കഷ്ടകാലങ്ങളിൽ മനുഷ്യരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. ഇന്നത്തെ വായന ഭാഗത്ത് 2 പ്രധാന ആശയങ്ങളാണ് കാണുന്നത്. ഒന്ന്, ദൈവത്തിന്റെ രക്ഷ സകല ജാതികൾക്കുമായി ദൈവം നോക്കിയിരിക്കുന്ന ഒരു അവകാശമാണ്. സകല വംശങ്ങൾക്കുമുള്ള മൂടുപടം അവൻ നശിപ്പിച്ചു കളയും. 7-ാം വാക്യം നമ്മൾ അതാണ് കാണുന്നത്. പാപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും വിടുതലിനായി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ രക്ഷ ജാതി വർണ്ണ ഭേദമന്യേ ഏവർക്കും അനുഭവമാകുന്നതിനായി നാം ആഗ്രഹിക്കേണ്ടതാണ്. രണ്ടാമതായി, ദൈവം മരണത്തെ ജയിച്ചിരിക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ഭയം മനുഷ്യ സഹജമാണ്. മരണം കഴിഞ്ഞുള്ള അവസ്ഥയെക്കുറിച്ച് പഴയ നിയമത്തിലെ പൂർവിക ഗ്രന്ഥങ്ങളിൽ പ്രത്യാശാവഹമായ വിവരണങ്ങളൊന്നും കാണാനില്ല. ഇയ്യോബ് തന്നെ തന്റെ മരണത്തെക്കുറിച്ച് ഭ്രമിക്കാതിരിക്കുന്നില്ല. മരണം കഴിഞ്ഞുള്ള അവസ്ഥയെക്കുറിച്ച് ഇയ്യോബിന് ധൈര്യപ്രദമായ വിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണെന്നാൽ ഈ ഭാഗത്തും ദാനിയേലിന്റെ പുസ്തകത്തിലും, അതായത് 12-ാം അധ്യായത്തിലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ആശാവഹമായ ഒരു ദൂത് കാണുന്നുണ്ട്. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യും എന്ന് 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. പുതിയ നിയമത്തിൽ തന്നെ ഈ സന്തോഷ ഗീതത്തിന്റെ ധ്വനി കേൾപ്പാനുണ്ട്. 2 തിമോത്തിയോസ് 1:10, 1 കൊരിന്തി 15:54, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യം എന്നിവയിൽ നമുക്കത് കാണുവാനും കേൾക്കുവാനും കഴിയും. നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലമാണ് ഈ ദർശകന് ലഭിച്ച പ്രത്യാശ സാർത്ഥകമായി തീർന്നത്. കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യും. നമുക്ക് നേരിടുന്ന പരിശോധനകളിലും അനർത്ഥങ്ങളിലും ഈ പ്രത്യാശ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. മഹാനായ അലക്സാണ്ടറിന്റെ മരണശേഷം വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിന്റെ സിറിയ സെലൂഡിസ് രാജ്യവംശത്തിനും ഈജിപ്റ്റ് ടോളമി രാജവംശത്തിനും അധീനമായി പലസ്തീൻ ആദ്യം ഈജിപ്തിനും പിന്നീട് സിറിയയ്ക്കും കീഴ്പ്പെട്ടു. സിറിയ ഭരിച്ച അന്റിയോക്കസ് എപ്പിഫാനസ് BC 176 മുതൽ 164 വരെയുള്ള സമയങ്ങളിൽ ഭരിച്ച വ്യക്തി യവന സംസ്കാരം പലസ്തീനിൽ പ്രചരിപ്പിക്കുന്നതിന് തീവ്ര യത്നം ചെയ്തു. യഹൂദന്മാരെ ക്രൂരമർദ്ദനത്തിനും പീഡനത്തിനും വിധേയരാക്കി. ഇക്കാലത്ത് യഹൂദന്മാരെ ധൈര്യപ്പെടുത്തുന്നതിനും ഉറപ്പിച്ചു നിർത്തുന്നതിനും എഴുതിയ ഒരു ഗ്രന്ഥമാണ് ദാനിയേലിന്റെ പുസ്തകം. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്കും മറ്റുള്ളവർക്കുമായി അവിടുത്തെ രക്ഷയെ വാഞ്ചിക്കുന്നതിനും കർത്താവ് എനിക്ക് കൃപ നൽകണമേ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ വചനങ്ങളെ ധ്യാനിക്കുവാൻ അവിടുന്ന് തന്ന വിലപ്പെട്ട സാവകാശത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനം ഞങ്ങൾ ഈ ഭാഗങ്ങളിലൂടെ ധ്യാനിക്കുവാൻ ഇടയായി. ആ ദർശനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ പൊതിയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.